നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത്? അതായത് ഒരു 4-5 താരങ്ങളുടെ 2 കാലഘട്ടത്തിലെ ശബ്ദം. അവരുടെ കൂടെ ഇടയ്ക്ക് നമ്മുടെ നെൽസൺ ചേട്ടനും വരുന്നുണ്ട്, നമ്മുടെ നോബി ചേട്ടനും. ഫൈൻ, ഓക്കേ, റെഡി. മൊയിലാളി നിക്കാഹിന് തോമാച്ചായനെ വിളിച്ചിട്ടുണ്ടല്ലേ? തോമാച്ചായന്റെ മുണ്ടുമറിച്ചടി ഒന്ന് കാണണം. അടിയൊന്ന് വച്ചാലേ അടിയോടടി. നിന്റെ അമ്മ അവിടെ കിടന്ന് തുള്ളുന്നു. എന്തുവാടാ മക്കളെ പ്രശ്നം? അപ്പച്ചൻ ഇപ്പോ ആരോടും ഒന്നും മിണ്ടാറില്ല. കുട്ടിയമ്മോ, നമ്മുടെ മക്കളൊക്കെ പ്രായമായി കഴിയുമ്പോ നമ്മളോട് നല്ല ദേഷ്യമൊക്കെ ആയിരിക്കും അല്ലേടി? നമ്മുടെ ചാൾസേ ടാങ്ക് പൊട്ടിയതെല്ലാം ഒരു സ്റ്റോറിലാക്കി ഇൻസ്റ്റന്റിൽ ഇട്ടേക്കുവാന്ന്. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യമേ. മക്കളിങ്ങ കേറി വാ. എന്റെ കഥക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബോംബെ വാല പാന്തം പൈലി. താഴെ അടിവാരം മുതലേ കേട്ടതാ പന്ന പന്നയെ കുറിച്ച്. വീടില്ല ഞാനമ്മനെ. അയ്യോ അമ്മേ, അരുത്. സത്യമായിട്ടും എനിക്കറിയില്ല അമ്മേ. മല്ലുവിന്റെ പെങ്ങന്മാരാന്ന് കേട്ടപ്പോഴേ വേണ്ടാന്നൊരു 1000 വട്ടം പറഞ്ഞതാ. സത്യമായിട്ടും എനിക്കറിയില്ല അമ്മേ. അമ്മേ, എനിക്ക് മാപ്പ് തരൂ അമ്മേ. ഈ അമ്മാവന്റെ ഓരോ കാര്യം ഞാനിങ്ങനെ ആരും തട്ടാറില്ല. ഇങ്ങനെ അറിയാതെ ഞാൻ മാത്രമല്ല അവരും ഇങ്ങനെ. പക്ഷെ ഞാൻ സോറി പറഞ്ഞില്ലേ, പറ്റിയില്ലേ അങ്ങനെ. ഉദാത്തവും വ്യക്തവുമായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നസീർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്ന വസ്തുത ശരിയല്ല. നോബിക്ക് എന്താ പറയാനുള്ളത്? അളെ പറ്റിപ്പോട് അളെ കുഞ്ചം പോടാ മാപ്പിട കല്യാണ റുഗേഴ്സുറ പറ്റുള്ളടേ ശ്രമിക്കണേ. എന്തുവാടേ ഇത്? 25 വർഷം സ്കിറ്റ് കളിക്കുന്ന ആളില്ലടാ. 25 വർഷം സ്കിറ്റ് കളിക്കുന്ന ആളില്ലട. നീ ഒത്തും കണ്ണം വേണ്ട. നീ ഒത്തും കണ്ണം. നീ ഒത്തും കണ്ണം. എവിടാ പന്നി നിന്റെ ഗജരാജമത്ത്? അങ്ങ് ഹൈറേജിലുണ്ടടാ ഈ സാത്താസേവറിലെ പിടി. അവന്റെ അമ്മയുടെ ഗജരാജമത്ത്. മാമച്ച, ഇത് ലാലു. എനിക്കൊരു പ്രശ്നം വന്നപ്പോ നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ ലാലു? കുറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാരെന്നെ തല്ലാൻ വന്ന് ലാലു. ലാലു, ഇതൊക്കെ അപ്പച്ചന്റെ ഒരു നമ്പർ അല്ലേ മോനെ? സൂപ്പറായിരുന്നു ജോഷി. ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാന്ന് പറയുന്ന സാധനം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ ഇന്നിവിടെ പെർഫോം ചെയ്തതിൽ ഒന്നും പറയാനില്ല. ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും ഓരോ ആർട്ടിസ്റ്റും പെർഫോം ചെയ്തിട്ട് നന്നായി അവരുടെ മോഡുലേഷനിൽ വ്യത്യാസം വരും, ശബ്ദത്തിൽ വ്യത്യാസം വരും. അതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ജോഷിയുടെ പേരിൽ തന്നെ ഒരു ജോഷ് കിടപ്പുണ്ട്. ജോഷ്. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്നറിയോ, ഈ 2 വോയിസ് അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ അധികം അനുകരിച്ച് കാണാത്ത സംഭവങ്ങൾ വെച്ചിട്ട് കറക്റ്റ് പാക്ഡ് ആയിട്ട് ഒരു നല്ലൊരു ക്യാപ്സൂളാണ് ജോഷി ഇപ്പൊ ഇവിടെ കൊണ്ട് അവതരിപ്പിച്ചത്. സൂപ്പർ ഹിറ്റ്, അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഞാൻ എന്താ പറയണ്ടേ, നല്ല കലാകാരനാണ്. വളരെ എന്താ പറയാ, എല്ലാ വോയിസിനും ഒരു ജെന്യുവനായിട്ടുണ്ട്. അല്ലാതെ കള്ള ശബ്ദമായിട്ടല്ല കാണിക്കുന്നത്, അല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലോ. അത് എടുക്കനാ. Thank you, Ika. Thank you so much. Super. Thank you so much for coming.